ബിസ്മില്ലാഹി റഹ്മാനി റഹീം. വിശുദ്ധമായ ഒരു അറബി കവിതയിൽ നമുക്കിങ്ങനെ കാണാം. അമലും ബിലാ ദിക്രിൽ മനിയത്തി ലാ അസർ വബിദിക്രിഹ ഹഖ്ഖൻ കദർബി മആദില. മരണത്തെ ഓർക്കാതെയുള്ള കർമ്മങ്ങൾക്ക് പ്രയോജനമില്ല. മരണത്തെ ഓർത്തുകൊണ്ടുള്ള കർമ്മങ്ങൾ അത് പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെ ഫലമുളവാക്കുന്നതാണ്. ഈ കവിതയിൽ ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പ്രധാനമായും നമ്മുടെ കർമ്മങ്ങൾക്ക് ഒരു ആത്മാവുണ്ട്. നമ്മൾ ഏത് പ്രവർത്തനങ്ങളുമായി ഏർപ്പെടുമ്പോഴും അതിലെ ഉദ്ദേശ്യശുദ്ധി, അതിന് നമ്മൾ ഇഖ്ലാസ് എന്ന് പറയും, ആത്മാർത്ഥത, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ആത്മാർത്ഥതയിലേക്ക്, നല്ല ഉദ്ദേശ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത് അത് ആ കർമ്മം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ലക്ഷ്യമാക്കുന്നു എന്നതാണ്. ആ ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അതിൻ്റെ ഫലം, അതുകൊണ്ടവൻ പ്രതീക്ഷിക്കുന്ന പ്രയോജനം അത് താൽക്കാലികമല്ല എന്നുള്ളത്. ഒരു വിശ്വാസിയുടെ ഏതൊരു കർമ്മത്തിൻ്റെയും പ്രതിഫലം അത് പരലോകത്താണ്, മരണാനന്തര ലോകത്താണ് അതിന് പ്രതിഫലം നൽകപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറയാവുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ മാലികി യൗമിദ്ദീൻ, അതായത് യൗമിൽ ജസ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ. ഈ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അള്ളാഹുവിന് മാത്രമേ ഈ വിശേഷണം ചേരുകയുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നാളെ പ്രതിഫലം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. ഒരു കടുകുമണിയോളം നന്മ ഒരാൾ ചെയ്താലും അതിൻ്റെ പ്രതിഫലത്തെ അവൻ അനുഭവിക്കാൻ സാധിക്കും. ഒരു കടുകുമണിയോളം തിന്മ ചെയ്താലും ആ തിന്മയുടെ പ്രതിഫലവും അവന് കിട്ടും. അപ്പോൾ നന്മയ്ക്ക് നന്മയാണ് പ്രതിഫലം. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മയ്ക്ക് നന്മയാണ് പ്രതിഫലം. നന്മ ചെയ്തവർക്ക് സ്വർഗമാണ് പ്രതിഫലം. അപ്പോൾ ഈ ഒരു കവിതയുടെ സാരം, അതിൻ്റെ ആശയം നമ്മൾ യഥാർത്ഥമായി ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ഈ ലോകത്തെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ പ്രതിഫലം അള്ളാഹുവാണ് തരേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ കർമ്മങ്ങൾ അത് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയില്ല. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ കഴിയില്ല. മറ്റൊരാളെ കാണിക്കുക, മറ്റൊരാൾ എന്തു വിചാരിക്കും, മറ്റുള്ളവർ എന്തു പറയും, മറ്റൊരാളുടെ പ്രകീർത്തിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക, മറ്റൊരാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചുകൊണ്ട് ഒരാൾ പ്രവർത്തിക്കുക, ഇതെല്ലാം അതിൻ്റെ റൂഹ്, ജീവൻ, ഒരു കർമ്മത്തിന്, ഒരു പ്രവർത്തനത്തിന് അതിൻ്റെ ഒരു അന്തസത്തയുണ്ട്, അതിൻ്റെ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന് കളങ്കമേൽപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അത് നിഷ്ഫലമാണ്. അതുകൊണ്ടാണ് കവിയുടെ ഈ വലിയ ഒരു കവി പറയുന്ന പാഠം, അത് ദിക്റുൽ മൗത്ത്, മരണത്തെ ഓർത്തുകൊണ്ടുള്ള കർമ്മം എന്ന് പറയുന്നത് ഏതൊരു കർമ്മത്തിൻ്റെയും പ്രതിഫലം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടണമെന്ന പ്രതീക്ഷയോടുകൂടെയും ആശയോടുകൂടെയും നിർവഹിക്കുക. അത് നമ്മുടെ നിസ്കാരങ്ങൾ അതിൽപ്പെട്ടു, നമ്മുടെ ദാനധർമ്മങ്ങൾ അതിൽപ്പെട്ടു, നമ്മുടെ നോമ്പുകൾ അതിൽപ്പെട്ടു, നാം ചെയ്യുന്ന ഹജ്ജും ഉംറയും അതിൽപ്പെട്ടു. ഇങ്ങനെ നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഒരാളോട് ചിരിക്കുക പോലും അതൊരു നന്മയാണ്. ഒരാളുടെ പ്രയാസം നമ്മൾ മാറ്റിക്കൊടുക്കൽ അത് ഒരു നന്മയാണ്. ഒരു രോഗിയെ പരിചരിക്കൽ അതൊരു നന്മയാണ്. ഒരാൾ മരിച്ചാൽ അയാളെ അനുഗമിക്കൽ, അയാളുടെ മരണാനന്തര ക്രിയകളിൽ പങ്കെടുക്കൽ അതൊരു വലിയ നന്മയാണ്. ഇങ്ങനെ സാമൂഹ്യമായ, സാമ്പത്തികമായ, വ്യക്തിപരമായ, കുടുംബപരമായ എല്ലാ വ്യവഹാരങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഒരു അകക്കാമ്പ് എന്ന് പറയുന്നത്
അത് ആ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം നന്നാവുക എന്നുള്ളതാണ്. ആ പ്രവർത്തനം കൊണ്ട് എന്ത് ലക്ഷ്യമാക്കുന്നു എന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കർമ്മം, ആ കർമ്മത്തിൻ്റെ ഉദ്ദേശ്യശുദ്ധി, നിയ്യത്ത് എന്ന് പറയും. നിയ്യത്ത് നന്നാവണം. എന്തിനും നിയ്യത്തുണ്ട്, ആ നിയ്യത്ത് നന്നാവണം. അതാണ് ഇഖ്ലാസ്. ഒരു പ്രവർത്തനം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാവുക എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ ഒരു താല്പര്യത്തിലാണ്. ഒന്നുകൂടി നമുക്ക് ആ കവിതയിലേക്ക് വരാം. അമലും ബിലാ ദിക്രിൽ മനിയത്തി, മരണത്തെ ഓർക്കാതെയുള്ള കർമ്മം ലാ അസർ, അത് പ്രയോജനമില്ലാത്തതാണ്, അതുകൊണ്ടൊരു ഫലവും ലഭിക്കില്ല. വബിദിക്രിഹ ഹഖൻ, യഥാർത്ഥമായും ആ മരണത്തെ ഓർത്തുകൊണ്ടുള്ള നിൻ്റെ കർമ്മം അത് കവർബി മഅവില, അത് പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെ അത് ഫലമുളവാക്കുന്നതാണ് എന്നാണ് കവി അതിൽ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. അതുകൊണ്ട് തന്നെ മരണത്തെ ഓർത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ നമുക്ക് ഭക്തി കൂടുതൽ ലഭിക്കും. മരണത്തെ ഓർത്തുകൊണ്ട് നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഒരു ഉള്ളിലുണ്ടാവുന്ന നമ്മളെ ഒരു നന്നാക്കിക്കൊണ്ടുള്ള, നമ്മൾ നല്ലവനാണെന്ന ഒരു അഹംബോധം, അകത്തുണ്ടാകുന്നൊരു ലോകമാന്യം, റിയാ, അതിനെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ദുന്യാവിനോടുള്ള അമിതമായ ആഗ്രഹം, അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള വല്ലാത്തൊരു മനസ്സ്, ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനുള്ള കഴിവ്, ഇതെല്ലാം മരണത്തെ ഓർക്കുന്നത് കൊണ്ട് കിട്ടുന്ന വലിയ ഗുണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നല്ല നിയ്യത്തിൻ്റെ ഉടമകളാക്കി, ഹൃദയം തെളിഞ്ഞവരാക്കി ഒരുപാട് കർമ്മങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.